സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവത. മസനഗുഡി വഴി അല്ലേ? എവിടെയാണ്? ഊട്ടിയാ? മസനഗുഡി വഴി ഊട്ടിയിൽ പോയതൊന്നല്ല. ഇത് നമ്മളെ സ്വന്തം ഏലംകുളത്താണ് ഉള്ളത്. ഇത് കണ്ടോ, എൻ്റെ പുറകിലിങ്ങനെ പാടാണ്, സൂര്യകാന്തി പാടാണ്, സൂര്യകാന്തി പൂക്കൾ. ഇപ്പോൾ ഇവിടെ അത്ര അധികം ആളുകൾ ഇത് കാണാൻ വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ വളരെ അപൂർവമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇത് മാത്രമൊന്നല്ല കേട്ടോ, ഇതിനപ്പുറം ഇനി വേറെ കൃഷികളുമുണ്ട്. പക്ഷേ ഇതിലെ ഏറ്റവും അധികം അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സൂര്യകാന്തി പൂക്കൾ തന്നെയാണ്. കുറേ ആളുകളാണ് കാണാനായിട്ട് വന്നിട്ടുള്ളത്. ഇതൊരു വലിയൊരു ഉദ്യാനം തന്നെ ആയിട്ടുണ്ട് ഇപ്പോൾ. അതല്ലെങ്കിൽ ഒരു പാർക്ക്, ഒരുപാട് ഫാമിലി, നമുക്ക് അവരൊക്കെ പരിചയപ്പെടാം. ഇത് ഇവിടെ നട്ട് വളർത്തിയിട്ടുള്ളത് നമ്മുടെ കർഷകനായിട്ടുള്ള സിദ്ദീഖയ്ക്കാണ്. സിദ്ദീഖിക്ക നമുക്ക് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സൂര്യകാന്തികളുടെ ഇടയിൽ മറ്റൊരു സൂര്യകാന്തി പോലെ അല്ലേ, ഇതവിടെ നിൽക്കുന്നുണ്ട്. സിദ്ദീഖ, എന്താണ് വിശേഷം? സുഖമാണ്. ആകെ ജഗ പോവുകയാണല്ലോ. ഇഷ്ടംപോലെ ഇതെങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു? അല്ല, ഇതിന് മുമ്പ് ചെറുതായിട്ട് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി ഉഷാറായിട്ട് ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലെത്തി. കഴിഞ്ഞ പ്രാവശ്യം വേങ്ങരയായിരുന്നു, ഇവിടെ ഉണ്ടായിട്ടില്ല. എത്ര ചെയ്തിരുന്നു? ഇതിനും കൂടുതലുണ്ടായിരുന്നു. അത് 8 ഏക്കറോളം മൊത്തത്തിൽ തണ്ണിമത്തം, പച്ചക്കറി, ഇങ്ങനെ സൂര്യകാന്തി അല്ലേ? ഈ ഒരു സൂര്യകാന്തി ചെയ്യാനുള്ള ഒരു കാര്യം എന്താ? സൂര്യകാന്തി ജനങ്ങൾക്ക് പ്രത്യേകം കാണാൻ വേണ്ടിയുള്ള സംഭവങ്ങൾ വേണ്ടോ. ഇതിന്റെ ഒരു രീതി എങ്ങനെയാണ് ഇത് നമ്മള് ചെയ്യണത്? മൾച്ചി ഷീറ്റ് ഇട്ട് അടിയിൽ കോഴികളൊക്കെ ഇട്ടിട്ട് ശേഷം പൈപ്പൊക്കെ ഇട്ടിട്ട് മൾച്ചി ഷീറ്റ് ഇടുക. ചെലവുണ്ട് അല്ലേ? ഇതിപ്പോ ഇതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഈ വിത്ത് വെച്ചിട്ട് നമുക്ക് അത് ഓയിൽ ഉണ്ടാക്കാം. സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കാനുള്ള സാധ്യത പാലക്കാട് നമ്മൾ ചെയ്യുന്നു. നമ്മുടെ ഉദ്ദേശം പ്രധാനമായിട്ടും അങ്ങനെ ഒരു അല്ലേ സംസ്കരണം തന്നെയല്ലേ, അതല്ലാതെ ഇപ്പൊ ഒരു ആളുകളെ അല്ല സംസ്കരണം. ഇതിന്റെ വിത്തുകളൊക്കെ ഇതിന്റെ തെയ്യം നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് കൊടുക്കുന്നതാണ്. തെയ്യായിട്ടാണ് കൊടുക്കുന്നത്. ഒരു തെയ്യിന് 7.5 രൂപയാണ് ഇതിന് ഒരെണ്ണം. ചെണ്ടുമല്ലി സൂര്യകാന്തി ഹൈബ്രിഡ് വിത്താണ്. അത് ശരി. ഇതിപ്പോ ഏകദേശം ഈ ഒരു പരുവത്തിലെത്താൻ എത്ര സമയം എടുത്തിരുന്നു? അത് 45 ദിവസത്തിനകത്ത് വിത്ത് വെച്ചിട്ട് 45 ദിവസം മാത്രം. ഇതിപ്പോ നമുക്കിപ്പോ ഞാനിപ്പോ വിത്ത് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കൊണ്ടുപോയിട്ട് ചെയ്യാൻ പറ്റുമോ? പക്ഷേ ഈ വിത്ത് ഇതുകൊണ്ട് ഉപകരിക്കുന്ന ഇത്ര വലിപ്പം ഉണ്ടാവില്ല പൂവ്. ഇല്ല, ഹൈബ്രിഡ് വിത്താകുമ്പോൾ അതിന്റെ ഒരു പ്രത്യേകത. അതിനായിട്ട് പ്രത്യേകം ഉണ്ടാക്കി കൊണ്ടുവന്നല്ലേ. അതിന് നമ്മൾ പ്രധാനമായിട്ട് 1-2 വളങ്ങൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ അല്ലേ. നല്ല കർഷകനാണ് നമ്മുടെ നാട്ടിലൊരു പെരിന്തൽമണ്ണയിൽ തന്നെ. നമ്മളെ ജില്ലക്കകത്ത് പല സ്ഥലത്തും ഈ ഇങ്ങനത്തെ സൂര്യനെല്ലി കാന്തികളൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ നമുക്ക് ഏലംകുളത്ത് പെരിന്തൽമണ്ണയിൽ ആദ്യമായിട്ടാണ്. ഇത് മാത്രമല്ല, ഇതിനു മുൻപ് ഷമാമും അതുപോലെ തണ്ണിമത്തന്റെ കൃഷി ഇവിടെ ഉണ്ടായിരുന്നു. വ്യത്യസ്തമായിട്ടുള്ള കൃഷികളാണല്ലേ. അതെ. ആകർഷകമായിട്ട് ഇപ്പം എന്തായാലും ഒരു നല്ലൊരു വർക്ക് ഇതിന്റെ ഭാഗമായിട്ട് ചെറിയൊരു ചാർജ് ഇതിന് വെച്ചിട്ടുണ്ടെങ്കിലും അതിൽ പഞ്ചായത്തിനകത്തുള്ള പരിരക്ഷ ഉൾപ്പെടെയുള്ള രോഗികളായിട്ടുള്ള ആളുകൾക്ക് ഒരു ചെറിയ സഹായം കിട്ടാനുള്ള നിലയിലും കൂടിയാണ് ടിക്കറ്റിന്റെ നിരക്ക് വെച്ചിട്ടുള്ളത്. അപ്പൊ അതൊരു നല്ല കാഴ്ചപ്പാടാണ്. ഒരു യുവ കർഷകൻ എന്നുള്ള നിലയിൽ പ്രത്യേകിച്ചും ഇത്തരം നല്ല വലിയൊരു അധ്വാനല്ലേ. തീർച്ചയായിട്ടും അഭിനന്ദനം. തീർച്ചയായിട്ടും പിന്നെ ഇവിടേക്ക് വന്നിട്ട് ഇത് കാണുമ്പോഴാണ് നമുക്കും ഇത്തരം മേഖലകളിലേക്ക് എന്തുകൊണ്ട് പോയിക്കൂടാ. അതേപോലെ തന്നെ ഇപ്പോൾ ഏലംകുളത്ത് ഇത് നടക്കുന്നു, അതേപോലെ തന്നെ മറ്റ് പഞ്ചായത്തുകളിലേക്കും ഇത് പിന്നെ വ്യാപിപ്പിച്ചു കൊണ്ടൊരു നല്ല പദ്ധതിയാക്കി മാറ്റാൻ ഇത് കഴിയും എന്നുള്ളത് തന്നെയാണ് പിന്നെ എനിക്കിവിടെ വന്നിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ അതുമാത്രമല്ല പിന്നെ അബൂബക്കർ സിദ്ദീഖ് എന്ന് പറഞ്ഞൊരു വ്യക്തി എങ്ങനെയാണ് അവരെ അപ്രിഷ്യൻ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അത്രമാത്രം നല്ലൊരു എഫക്റ്റ് എടുത്തിട്ടാണല്ലോ ഇപ്പം ഈ ജനങ്ങളെ ആകർഷിച്ചുകൊണ്ട് ഈ മഞ്ഞ ഞങ്ങളെയൊക്കെ നോക്കി ചിരിക്കുകയാണ്. ഇപ്പോൾ ആ ചിരിയിലേക്ക് അവരുടെ അധ്വാനം എത്രയായിരുന്നു എന്നുള്ളത് ആലോചിക്കുമ്പോൾ സന്തോഷമുണ്ട്.